In Revelation chapter 1 and verse 18, വെളിപ്പാട് 1:18 Jesus said, I was dead, യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, but I am alive evermore. എന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. And in John 11:25 he യോഹന്നാൻ says, 11:25 യേശു I പറഞ്ഞു, am the life, ഞാനാകുന്നു ജീവൻ, I am the resurrection. ഞാനാകുന്നു പുനരുദ്ധാനം. He who walks after me, though he were dead, yet he shall live. എന്നെ അനുഗമിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. In the resurrection of Jesus, യേശുവിന്റെ പുനരുദ്ധാന പ്രക്രിയയിൽ his earthly body was sown, യേശുവിന്റെ ഭൗതിക ശരീരം ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടു. but it rose up as a spiritual body, എന്നാൽ ആത്മീയ ശരീരമായി അത് ഉയർത്തെഴുന്നേറ്റു, as a glorified body. തേജസ്കരിക്കപ്പെട്ട ശരീരമായി. That's what you read in 1 Corinthians 15:42 and 43. 1 കൊരിന്ത്യർ 15:42-43 നിങ്ങൾ അതാണ് But when വായിക്കുന്നത്. Jesus rose up, എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ, as he had a glorified യേശുവിനെ body, തേജസ്കരിക്കപ്പെട്ട ശരീരം his ലഭിച്ചപ്പോൾ disciples, his followers could not recognize him. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാനായില്ല. Even today, my friends, ഇന്നും പ്രിയ സ്നേഹിതന്മാരെ, we say Jesus is alive, Jesus is alive, Jesus is alive. നമ്മൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു We ജീവിക്കുന്നു. rejoice over his resurrection, നമ്മൾ യേശുവിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്നു. but we also cry, എന്നാൽ നമ്മൾ ഇങ്ങനെ കരയുകയും I am ചെയ്യുന്നു, not able to find എനിക്ക് Jesus. യേശുവിനെ കണ്ടെത്തുവാൻ When കഴിയുന്നില്ല. we go through tears, നാം കണ്ണുനീരിലൂടെ കടന്നു when we go പോകുമ്പോൾ, through problems, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, when we go through defeats, പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, when we go through the attacks of the wicked people, ദുഷ്ടന്മാരുടെ ആക്രമണങ്ങളിലൂടെ നമ്മൾ കടന്നു when we പോകുമ്പോൾ, go through injustice, നന്ദിയില്ലായ്മയിലൂടെ കടന്നു പോകുമ്പോൾ, when we go through losses, നമ്മൾ നഷ്ടങ്ങളിലൂടെ കടന്നു we പോകുമ്പോൾ, say, where are you, നമ്മൾ Lord? ചോദിക്കുന്നു, കർത്താവേ അങ്ങ് എവിടെയാണ്? Where are you, Lord? കർത്താവേ അങ്ങ് എവിടെയാണ്? Though he is by our side, കർത്താവ് നമ്മുടെ അരികിലുണ്ടെങ്കിലും, and though we believe that he is in യേശു us, നമ്മിലുണ്ടെന്ന് നമ്മൾ we വിശ്വസിക്കുന്നുവെങ്കിലും are not able to see, നമുക്ക് യേശുവിനെ കാണുവാൻ we are കഴിയുന്നില്ല, not able to experience. നമുക്ക് യേശുവിനെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. But tonight, എന്നാൽ ഇന്ന് രാത്രി you are going to see, നിങ്ങൾ യേശുവിനെ കാണുവാൻ you പോകുന്നു, are going to experience, നിങ്ങൾ യേശുവിനെ അനുഭവിക്കുവാൻ you are പോകുന്നു. going to experience him as a glorified Jesus, തേജസ്കരിക്കപ്പെട്ട യേശുവായി നിങ്ങൾ യേശുവിനെ അനുഭവിച്ചറിയുവാൻ no more പോകുന്നു. in the flesh. ഇനി ജഡികമായിട്ടല്ല. Look at Mary Magdalene, മഗ്ദലക്കാരത്തി മറിയയെ നോക്കുക. John chapter 20 and verse 11. യോഹന്നാൻ 20:11 She runs on Sunday morning, resurrection morning, to the grave of യേശു Jesus. പുനരുദ്ധാനം ചെയ്ത ഞായറാഴ്ച രാവിലെ അവൾ യേശുവിന്റെ കല്ലറയ്ക്ക് അരികിലേക്ക് ഓടിച്ചെല്ലുന്നു. Doesn't find the body of Jesus in the കല്ലറയിൽ tomb. അവൾക്ക് യേശുവിന്റെ ശരീരം കാണുവാൻ His കഴിഞ്ഞില്ല. clothes are there, യേശുവിന്റെ വസ്ത്രങ്ങൾ അവിടെ but ഉണ്ടായിരുന്നു, no Jesus, എന്നാൽ യേശു ഉണ്ടായിരുന്നില്ല. no Jesus. യേശു ഉണ്ടായിരുന്നില്ല. And she begins to cry, അവൾ കരയുവാൻ തുടങ്ങി. where is Jesus? എവിടെയാണ് യേശു? Where is Jesus? യേശു എവിടെയാകുന്നു? Where is Jesus? യേശു എവിടെയാകുന്നു? Jesus stands right behind her യേശു അവളുടെ പിന്നിൽ നിന്നിരുന്നു, with a glorified body, തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി. but she could not recognize എന്നാൽ Jesus. അവൾക്ക് യേശുവിനെ She തിരിച്ചറിയാനായില്ല. could not see Jesus. അവൾക്ക് യേശുവിനെ കാണുവാൻ It കഴിഞ്ഞില്ല. was a mother ഒരു അമ്മയുണ്ടായിരുന്നു, who lost her beloved 7-year-old son. അവർക്ക് തന്റെ 7 വയസ്സ് പ്രായമുള്ള മകനെ നഷ്ടപ്പെട്ടു. She went and buried him, അവർ അവനെ സംസ്കരിച്ചു, came back home, വീട്ടിലേക്ക് തിരിച്ചു വന്നു. and entered the room of her dear darling 7-year-old son who had 7 died. വയസ്സ് പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട മകന്റെ മുറിയിലേക്ക് അവർ She പ്രവേശിച്ചു. looked at his clothes. അവർ അവന്റെ വസ്ത്രങ്ങളിലേക്ക് നോക്കി. In the shelf, the clothes of darling son was there. തന്റെ മകന്റെ വസ്ത്രങ്ങൾ ആ ഷെൽഫിൽ അടക്കി His വെച്ചിരുന്നു. football was there. അവന്റെ ഫുട്ബോൾ അവിടെ His ഉണ്ടായിരുന്നു, geometry set was there. അവന്റെ ജോമെട്രി സെറ്റ്, His iPad was there. അവന്റെ ഐപാഡും. She touched everything. അവർ അതെല്ലാം തൊട്ടുനോക്കി. But then she cried, പിന്നീട് അവർ കരഞ്ഞു, I have my son's things, but I don't have my son. എന്റെ മകന്റെ എല്ലാ വസ്തുക്കളും ഇവിടെയുണ്ട്, എന്നാൽ എന്റെ മകൻ ഇവിടെ ഇല്ല. Where have you gone, my darling son? മോനെ നീ എങ്ങോട്ടാണ് പോയത്? In the same way, Mary Magdalene cried, അതുപോലെ മഗ്ദലക്കാരത്തി മറിയ my നിലവിളിച്ചു, darling Jesus, പ്രിയപ്പെട്ട യേശുവേ, where have you gone? അങ്ങ് എവിടേക്ക് പോയി? Where have you gone? അങ്ങ് എവിടേക്കാണ് പോയത്? But he was standing right behind her, എന്നാൽ യേശു അവളുടെ പിന്നിൽ നിന്നിരുന്നു, right behind her. അവളുടെ പിന്നിൽ നിന്നിരുന്നു. Her tears made her blind. She could not see the glorified Jesus. അവളുടെ കണ്ണുനീർ അവളെ അന്ധയാക്കി തീർത്തു.
അവൾക്ക് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. Your tears also over your losses may be blocking you from seeing the glorified resurrection Jesus. നിങ്ങളുടെ നഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ കരയുന്നു. നിങ്ങളുടെ കണ്ണുനീർ ഒരുപക്ഷെ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ And the തടയുകയായിരിക്കാം. resurrected Jesus Christ is here. പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തു ഇവിടെയുണ്ട്. Same Jesus who came to Mary Magdalene മഗ്ദലക്കാരത്തി മറിയയുടെ അരികിൽ ചെന്ന അതേ യേശുക്രിസ്തു, wiped away her tear. അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിയ യേശുക്രിസ്തു. Bible says വേദപുസ്തകം പറയുന്നു, He will wipe away tears from all faces. എല്ലാ മുഖങ്ങളിൽ നിന്നും കർത്താവ് കണ്ണുനീർ തുടച്ചു മാറ്റും. From all faces. എല്ലാ മുഖങ്ങളിൽ So നിന്നും, that the tears will not block our eyes to see the glorified Jesus. ആകയാൽ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുന്നതിനെ കണ്ണുനീർ നമുക്കൊരു തടസ്സമായി തീരില്ല. Tonight He will wipe away your tears. ഇന്ന് യേശു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു He മാറ്റും. will wipe away your tears. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു There മാറ്റും. is a sister here called Martha. That's what the Holy Spirit tells me. മാർത്ത എന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Martha, you have a problem in your kidney. മാർത്ത, നിന്റെ കിഡ്നിയിൽ ഒരു പ്രശ്നമുണ്ട്. And you're suffering. നീ കഷ്ടപ്പെടുകയാണ്. And you're saying, Lord, where are നീ you? ചോദിക്കുന്നു, കർത്താവേ, അങ്ങ് എവിടെയാണ്? The demon powers are tormenting me. ദുരാത്മാക്കൾ എന്നെ പീഡിപ്പിക്കുകയാണ്. I don't feel you, but the powers of darkness are around എനിക്ക് me. അങ്ങയെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നില്ല, എന്നാൽ അന്ധകാര ശക്തികൾ എന്റെ ചുറ്റിലുമുണ്ട്. Martha, മാർത്ത, Holy Spirit is coming upon you right now. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു. Your kidneys are being touched by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ വൃക്കകളെ സ്പർശിക്കുന്നു. Rise up and be healed. എഴുന്നേറ്റ് സൗഖ്യം പ്രാപിക്കാം. Then, my friend, എന്നാൽ സ്നേഹിതന്മാരെ, He wipes away tears from our eyes. യേശു നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്നു. He wipes away tears from യേശു our നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നു. and He makes us see Jesus. യേശുവിനെ കാണുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. എന്നാൽ Jesus did one thing. യേശു ഒരു കാര്യം ചെയ്തു. He called her name. യേശു മറിയയെ പേർ ചൊല്ലി വിളിച്ചു. He called her name. യേശു മറിയയെ പേർ ചൊല്ലി വിളിച്ചു. What did He say? യേശു എന്താണ് പറഞ്ഞത്? Mary, മറിയേ, Mary, മറിയേ, Mary. മറിയേ. And she turned. അവൾ തിരിഞ്ഞു നോക്കി. She said, nobody would call my name. ആരും എന്നെ പേർ ചൊല്ലി വിളിക്കില്ലല്ലോ. Only യേശു Jesus. മാത്രമേ വിളിക്കൂ. Only യേശു Jesus. മാത്രമേ വിളിക്കൂ. Only Jesus. യേശു മാത്രമേ വിളിക്കൂ. And she said, my അവൾ Lord, പറഞ്ഞു, എന്റെ കർത്താവേ, Mere Prabhu, my teacher, എന്റെ ഗുരുവേ, my teacher. എന്റെ ഗുരുവേ. And she saw Jesus. അവൾ യേശുവിനെ കണ്ടു. Tonight He will wipe away all your tears ഇന്ന് യേശു നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും. and make you enjoy the glorified Jesus. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ അനുഭവിച്ചറിയുവാൻ നിങ്ങളെ Many പ്രാപ്തരാക്കും. times our tears come because of our sins. പലപ്പോഴും നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് നമ്മൾ കണ്ണുനീർ ഒഴുക്കേണ്ടി വരുന്നത്. We are not able to see Jesus. അപ്പോൾ യേശുവിനെ കാണുവാൻ നമുക്ക് But സാധിക്കുന്നില്ല. tonight every sin will be removed by the power of God. എന്നാൽ ഇന്ന് ദൈവശക്തിയാൽ സകല പാപങ്ങളും പിഴുതെറിയപ്പെടും. Jesus removed the sins of Mary Magdalene and drove the devils യേശു out. മഗ്ദലക്കാരത്തി മറിയയുടെ പാപങ്ങൾ എടുത്തു മാറ്റി അവളിൽ നിന്ന് ദുരാത്മാക്കളെ തുരത്തി ഓടിച്ചു. And her eyes could see the resurrected, glorified അവളുടെ Jesus. കണ്ണുകൾക്ക് ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ There was a man കാണാനായി. called Ramesh Singh. രമേഷ് സിംഗ് എന്ന ഒരു മനുഷ്യൻ He ഉണ്ടായിരുന്നു. was in the army അദ്ദേഹം ആർമിയിലായിരുന്നു. and he retired from the army. അദ്ദേഹം ആർമിയിൽ നിന്ന് വിരമിച്ചു. Until then, he had a wonderful family life. അതുവരെ അദ്ദേഹത്തിന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നു. But after that, when he joined the job, he began to drink with his friends. എന്നാൽ അതിനുശേഷം ഒരു ജോലിയിൽ ചേർന്നപ്പോൾ അദ്ദേഹം സ്നേഹിതന്മാരോടൊപ്പം മദ്യപിക്കുവാൻ തുടങ്ങി. He became an alcoholic. അദ്ദേഹം ഒരു മദ്യപാനിയായി തീർന്നു. And there was fight in the home, പിന്നീട് കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങൾ ഉണ്ടായി. beatings. അദ്ദേഹം എല്ലാവരെയും അടിച്ചു. The children would be in fear and cry in fear. കുട്ടികൾ എപ്പോഴും ഭയത്തിലായിരിക്കും. അവർ ഭയം കൊണ്ട് They നിലവിളിച്ചു. lost the finances. അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി. No peace. അവർക്ക് സമാധാനമില്ലായിരുന്നു. And the woman cried, the wife cried ഭാര്യ എന്നും നിലവിളിച്ചു. and said, I have no hope. അവർ പറഞ്ഞു, എനിക്കൊരു My പ്രത്യാശയുമില്ല. husband is an alcoholic. എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. My family is finished. എന്റെ കുടുംബം തകർന്നിരിക്കുന്നു. The future of my children are finished. എന്റെ മക്കളുടെ ഭാവി തകർന്നു Just പോയിരിക്കുന്നു. then the Jesus Calls meeting was arranged and I
went to Nagpur along with Sister Evangeline. അപ്പോഴാണ് അവിടെ യേശു വിളിക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്. ഞാനും എന്റെ ഭാര്യ ഇവാഞ്ചലിനും നാഗ്പൂരിലേക്ക് പോയി. She somehow pulled her husband to the meeting. അവൾ തന്റെ ഭർത്താവിനെ എങ്ങനെയോ യോഗസ്ഥലത്തേക്ക് On കൂട്ടിക്കൊണ്ടുപോയി. the first night itself, I began to pray for God to release people from alcohol. ആദ്യ ദിവസം രാത്രി തന്നെ ജനങ്ങളെ ദൈവം മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ She തുടങ്ങി. held on to her husband's hands. അവൾ തന്റെ ഭർത്താവിന്റെ കരങ്ങൾ മുറുകെ He പിടിച്ചു. didn't understand anything. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. But she was crying, Jesus, remember my എന്നാൽ husband. യേശുവേ എന്റെ ഭർത്താവിനെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ And കരഞ്ഞുകൊണ്ടിരുന്നു. suddenly I say, പെട്ടെന്ന് ഞാൻ പറഞ്ഞു, the Holy Spirit tells me there is a person called Ramesh. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, രമേശ് എന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. You are an alcoholic. നിങ്ങൾ ഒരു മദ്യപാനിയാണ്. You are in the ground. നിങ്ങൾ ഈ മൈതാനത്തിലുണ്ട്. The blessings of Jesus are coming. യേശുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നു. He's releasing you and giving you a blessed യേശു life. നിങ്ങളെ വിടുവിക്കുന്നു, അനുഗ്രഹീതമായ ജീവിതം നിങ്ങൾക്ക് നൽകുന്നു. Jesus. യേശുവിങ്കിലേക്ക് വരൂ. To Jesus. യേശുവിങ്കിലേക്ക് വരൂ. To Jesus. യേശുവിങ്കിലേക്ക് വരൂ. Man felt the power of God. ആ മനുഷ്യൻ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞു. And he was amazed for his name to be called. തന്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ He അത്ഭുതപ്പെടുകയായിരുന്നു. came running to the platform. അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് ഓടി വന്നു. And before everybody he said, എല്ലാവർക്കും മുൻപാകെ അദ്ദേഹം പറഞ്ഞു, I am an alcoholic. ഞാൻ ഒരു മദ്യപാനിയാണ്. But today I give my life to എന്നാൽ Jesus. ഇന്ന് ഞാൻ എന്റെ ജീവിതം യേശുവിന് നൽകുന്നു. I ask for his forgiveness. ഞാൻ യേശുവിന്റെ പാപക്ഷമയ്ക്കായി യാചിക്കുന്നു. Before nearly 2 lakhs of people he said ഏകദേശം that. 2 ലക്ഷം ജനങ്ങൾക്ക് മുൻപാകെ അദ്ദേഹം ഇങ്ങനെ And as പറഞ്ഞു. I prayed over him, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ God's grace of salvation came upon him. ദൈവത്തിന്റെ രക്ഷ എന്ന കൃപ അദ്ദേഹത്തിന്റെ മേൽ He was വന്നു. free from alcohol. അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് വിടുതൽ And he നേടി. went back. അദ്ദേഹം വീട്ടിലേക്ക് The തിരിച്ചുപോയി. family began to love the Lord. കുടുംബം ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. And today the 2 children have become ഇന്ന് engineers. അദ്ദേഹത്തിന്റെ 2 മക്കളും One എഞ്ചിനീയർമാരാണ്. is employed in Dubai, one in India. ഒരാൾ ദുബായിലും ഒരാൾ ഇന്ത്യയിലും ജോലി ചെയ്യുന്നു. That's the picture, recent picture taken. അത് ഈയിടെ ഞങ്ങൾ എടുത്ത ചിത്രമാണ്. How honorable that family has ആ become. കുടുംബം ഇന്ന് എത്ര മാനിക്കപ്പെടുന്ന കുടുംബമാണ്. Jesus will wipe away your tears. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു For മാറ്റും. you to see the glorified Jesus. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുവാൻ നിങ്ങൾക്ക് Will wipe കഴിയുന്നു. away tears from all faces. യേശു എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു Even മാറ്റും. today, ഇന്നും if you are crying out for your sin, നിങ്ങൾ പാപങ്ങളോർത്ത് കരയുകയാണെങ്കിൽ, if you are crying out for somebody in your നിങ്ങൾ family, കുടുംബത്തിലെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, glorified Jesus is here. തേജസ്കരിക്കപ്പെട്ട യേശു ഇവിടെയുണ്ട്. He will call you by name, യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിക്കും. make you his child. നിങ്ങളെ തന്റെ പൈതലാക്കി മാറ്റും. Just hand over your life into the hands of Jesus. നിങ്ങളുടെ ജീവിതം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. Here is my son Samuel Dinakaran to pray with you that God will wipe away tears and heal your ദൈവം sin. നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നതിനും പാപരോഗത്തിന് സൗഖ്യം നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ മകൻ ഇവിടെയുണ്ട്. Let us look up to Jesus right now. നമുക്കിപ്പോൾ യേശുവിങ്കിലേക്ക് നോക്കാം. Even today, Jesus is here, ഇന്നും യേശു ക്രിസ്തു ഇവിടെയുണ്ട്. searching our hearts, യേശു നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു. searching every heart. യേശു എല്ലാ ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നു. Submit your heart. നിങ്ങളുടെ ഹൃദയം യേശുവിനെ സമർപ്പിക്കുവിൻ. Yes, He's showing you your heart. അത് യേശു നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. You have been wandering in sin, നിങ്ങൾ പാപത്തിൽ മുഴുകി യേശുവിനെ അന്വേഷിച്ച് അലയുകയാണ്. wandering in worries, നിങ്ങൾ വിഷമങ്ങളോടെ അലഞ്ഞു തിരിയുന്നു. wandering in sorrow, നിങ്ങൾ ദുഃഖത്തിൽ നിറഞ്ഞ് അലഞ്ഞു തിരിയുന്നു. not able to find Jesus. നിങ്ങൾക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. You have come looking for Him today. നിങ്ങൾ യേശുവിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. Today, Jesus is here ഇന്ന് യേശു ഇവിടെയുണ്ട്. to show Himself to you. തന്നെത്താൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, Show Himself to you. തന്നെത്താൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനെ, To wipe away every tear from your eye. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്നതിനെ, And to turn your sorrow into joy. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നതിനെ. Give your heart to Jesus. നിങ്ങളുടെ ഹൃദയം യേശുവിന് നൽകുവിൻ. Oh, He has claimed victory over every sin on the cross. യേശു കുരിശിൽ സകല പാപത്തിന്മേലും വിജയം കൊണ്ടാടി. Victory over every worry. സകല വിഷമങ്ങളുടെ മേലും വിജയം കൊണ്ടാടി. Over every sorrow. സകല ദുഃഖങ്ങളുടെ മേലും, Over every shame. സകല ലജ്ജകളുടെ മേലും, Over every pain. സകല വേദനകളുടെ മേലും, Every sickness He has destroyed on the cross. ക്രൂശിൽ യേശുക്രിസ്തു സകല രോഗങ്ങളെയും തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു. He has defeated
defeated death on the cross. യേശു ക്രൂശിൽ മരണത്തെ പരാജയപ്പെടുത്തി. Yes, right now look up to Jesus. അതെ, ഇപ്പോൾ യേശുവിങ്കിലേക്ക് നോക്കുവിൻ. As Mary's eyes opened to see Jesus. മറിയയുടെ കണ്ണുകൾ യേശുവിനെ കാണത്തക്കവണ്ണം തുറക്കപ്പെട്ടതുപോലെ Open your eye. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവിൻ. Open your eye. കണ്ണുകൾ തുറക്കുവിൻ. To see Jesus. യേശുവിനെ കാണുവാൻ. Jesus. യേശുവിനെ കാണുവാൻ. The resurrected Savior. പുനരുദ്ധാനം ചെയ്ത രക്ഷകനെ The കാണുവാൻ. one who loves you. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ The കാണുവാൻ. one who forgives you. നിങ്ങളോട് ക്ഷമിക്കുന്ന യേശുവിനെ The കാണുവാൻ. one who creates a way for you. നിങ്ങൾക്ക് വേണ്ടി വഴി ഉണ്ടാക്കിയ യേശുവിനെ The കാണുവാൻ. one who lifts you up. നിങ്ങളെ ഉയർത്തുന്ന യേശുവിനെ കാണുവാൻ. Jesus is here. യേശു ഇവിടെയുണ്ട്. Look upon Jesus. യേശുവിനെ നോക്കുവിൻ. Smile looking on Jesus. യേശുവിനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുവിൻ. Laugh with joy. സന്തോഷത്തോടെ ചിരിക്കുവിൻ. Let your sorrow be turned into joy today. നിങ്ങളുടെ ദുഃഖം ഇന്ന് സന്തോഷമായി മാറട്ടെ. Your tears are wiped away. നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. And He's putting a gladness in your യേശു heart. നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം പകരുന്നു. A smile on your face. നിങ്ങളുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിരിയിക്കുന്നു. The beauty of the Lord Jesus is shining upon you. യേശുവിന്റെ സൗന്ദര്യം നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. Shining upon you. നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. The radiance of God. ദൈവത്തിന്റെ തേജസ്സ്. Yes. അതെ, Shine bright, കർത്താവേ, Lord. ഉജ്ജ്വലമായി പ്രകാശിക്കണം. Look upon the brilliance of Jesus. യേശുവിന്റെ ഉജ്ജ്വല തേജസ്സിലേക്ക് കണ്ണുകൾ His ഉയർത്തുന്നു. light is coming upon you. യേശുവിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ The വരുന്നു. darkness is scared and running away. അന്ധകാരം നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. Every death is running away from your heart. സകല മരണവും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. Death and the devil is running away from your family. ഹൃദയത്തിൽ നിന്ന് മരണവും പിശാചും ഓടി Running away from your life. ജീവിതത്തിൽ നിന്നും He is defeated. അവൻ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. The devil is defeated. പിശാച് പരാജയപ്പെട്ടിരിക്കുന്നു. Rise up, Lord Jesus. യേശുവേ, എഴുന്നേൽക്കണമേ. Into every എല്ലാ heart. ഹൃദയങ്ങളിലേക്കും പ്രവേശിക്കണമേ. Rise up. എഴുന്നേൽക്കണമേ. Joy. സന്തോഷം. Joy of salvation. രക്ഷയുടെ സന്തോഷം. True joy of salvation. യഥാർത്ഥ രക്ഷയുടെ സന്തോഷം. Let it burn in their heart, അത് Lord. അവരുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. Laugh with joy, my friend. സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുക. Every sorrow is being nailed to the cross right now. ഇപ്പോൾ സകല ദുഃഖങ്ങളെയും ക്രൂശിൽ തറച്ചു കഴിഞ്ഞിരിക്കുന്നു. Don't cry anymore. ഇനി നിങ്ങൾ കരയരുത്. Laugh with joy. സന്തോഷത്തോടെ ചിരിക്കുവിൻ. Praise your Savior. രക്ഷകനെ സ്തുതിക്കുവിൻ. He has come for you. രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. He's come for you. നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. Hold every hand, എല്ലാ Lord. കരങ്ങളെയും അങ്ങ് മുറുകെ പിടിക്കണമേ. Strengthen every heart. എല്ലാ ഹൃദയങ്ങളെയും ശക്തീകരിക്കണമേ. Holy Spirit fills you. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുന്നു. He is here to stay with you. നിങ്ങളോടൊപ്പം വസിക്കുവാൻ ആത്മാവ് ഇവിടെയുണ്ട്. Your sin is melting away. പാപം ഉരുകി Your അപ്രത്യക്ഷമാകുന്നു. addiction is melting away. ദുശ്ശീലങ്ങൾ ഉരുകി It അപ്രത്യക്ഷമാകുന്നു. has no power over you. ഇനി അവയ്ക്ക് നിങ്ങളുടെ മേൽ ശക്തിയില്ല. Be free, my young friend. എന്റെ യുവ സ്നേഹിത, വിടുതൽ Be പ്രാപിക്കട്ടെ. free, every husband and every wife. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും വിടുതൽ പ്രാപിക്കട്ടെ. Be free in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കൂ. Every addiction's power is leaving. ദുശ്ശീലങ്ങളുടെ ശക്തിയെല്ലാം നിങ്ങളെ വിട്ട് പോകുന്നു. Broken. അവ തകർന്നു പോകുന്നു. Victory. വിജയം In the name of Jesus. യേശുവിന്റെ The നാമത്തിൽ. Lord is risen. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. His glory is rising upon you. കർത്താവിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിക്കുന്നു. Rising upon you. നിങ്ങളുടെ മേൽ ഉദിക്കുന്നു. Glorify your children, കർത്താവേ, Lord. അങ്ങയുടെ മക്കളെ തേജസ്കരിക്കണമേ. Give them a new robe. അവർക്ക് പുതിയൊരു അങ്കി നൽകണമേ. Make their life sweet. അവരുടെ ജീവിതത്തെ മാധുര്യമുള്ളതാക്കി തീർക്കണമേ. Make your children beautiful, Lord. അങ്ങയുടെ മക്കളെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റണമേ. You too are shining, my friend. നിങ്ങളും ഇന്ന് പ്രകാശിക്കുകയാണ്. You too are shining like Jesus. നിങ്ങളും യേശുവിനെ പോലെ പ്രകാശിക്കുകയാണ്. He's given you a robe of pure white. യേശു നിങ്ങൾക്ക് ഒരു നിലയങ്കി നൽകിയിരിക്കുന്നു. Smile and wear it. നിങ്ങൾ അത് ധരിച്ചുകൊള്ളുവിൻ. Wear it and laugh with joy. നിങ്ങൾ അത് ധരിച്ച് സന്തോഷത്തോടെ He പൊട്ടിച്ചിരിക്കുന്നു. has made you beautiful. യേശു നിങ്ങളെ സൗന്ദര്യമുള്ളവരാക്കി തീർത്തിരിക്കുന്നു. Joy. സന്തോഷം, Everlasting joy that can never be broken. ഒരിക്കലും തകർന്നു പോകാത്ത നിത്യമായ സന്തോഷം It's rising within your heart. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഉയരുന്നു. You are a new creation. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. We will always praise you, Lord. കർത്താവേ, ഞങ്ങൾ എപ്പോഴും അങ്ങയെ സ്തുതിക്കും. We will always see you, ഞങ്ങൾ Lord. എപ്പോഴും അങ്ങയെ കാണും. We will always enjoy you, Lord. ഞങ്ങൾ എപ്പോഴും അങ്ങയെ ആസ്വദിക്കും. Glorify Him. യേശുവിന് മഹത്വം കരേറ്റുവിൻ. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ.
Jesus has come into your heart. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് Say, the വന്നിരിക്കുന്നു. resurrected Jesus is in me. പുനരുദ്ധാനം ചെയ്ത യേശു എന്നിലുണ്ടെന്ന് പറയുവിൻ. ആമേൻ. Amen. ദൈവത്തിന് Praise സ്തുതി. God. The disciples of Jesus, യേശുവിന്റെ ശിഷ്യന്മാർ they also could not see the glorified Jesus. അവർക്കും തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുവാൻ In കഴിഞ്ഞില്ല. John 20 and verse 19 and 20, യോഹന്നാൻ 20 19 വാക്യങ്ങളിൽ they were full of fear. അവർ ഭയത്താൽ നിറഞ്ഞിരുന്നു. Even though Jesus appeared, they could not recognize. യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും യേശുവിനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. In Luke 24 and verse 13, ലൂക്കോസ് 24:13 Jesus was walking with two of യേശു them. 2 ശിഷ്യന്മാരോടൊപ്പം നടക്കുകയായിരുന്നു. As the glorified resurrected Jesus, തേജസ്കരിക്കപ്പെട്ട പുനരുദ്ധാനം ചെയ്ത യേശു they could not recognize. അവർ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. Their eyes were blinded to see the resurrected Jesus. പുനരുദ്ധാനം ചെയ്ത യേശുവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. Why? അതിന് കാരണം എന്താണ്? ഭയം, Fear. ഭയം, Fear. ഭയം. Maybe you are also caught up in fear. ഒരുപക്ഷെ നിങ്ങളും ഭയത്തിൽ കുടുങ്ങിയിരിക്കാം. Fear about your നിങ്ങളുടെ job. ജോലിയെക്കുറിച്ചുള്ള ഭയത്തിൽ Fear കുടുങ്ങിയിരിക്കാം. about your studies. അതുപോലെ പഠനത്തെക്കുറിച്ചുള്ള ഭയത്തിൽ, Fear about your ministry even. ശുശ്രൂഷയെക്കുറിച്ചുള്ള ഭയത്തിലും, Fear about your family കുടുംബ life. ജീവിതത്തെക്കുറിച്ചുള്ള ഭയത്തിലും, Fear about the future. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിലും, Fear about your children. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയത്തിലും Always fear, fear, fear. എപ്പോഴും ഭയപ്പെടുകയാണ്, That ഭയപ്പെടുകയാണ്. stops us from seeing the resurrected Lord who gives us നമുക്ക് victory. വിജയം നൽകിയ പുനരുദ്ധാനം ചെയ്ത യേശുവിനെ കാണുന്നതിൽ നിന്ന് അത് നമ്മെ തടയുന്നു. Jesus walked with them, യേശു അവരോടൊപ്പം നടന്നു, gave them the word of God. അവർക്ക് ദൈവത്തിന്റെ വചനം പകർന്നു നൽകി. Then he appeared to them പിന്നീട് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. and showed them his wounds. തന്റെ മുറിവുകൾ യേശു അവർക്ക് കാണിച്ചു കൊടുത്തു. See my wounds in my എന്റെ side വിലാപ്പുറത്തെ മുറിവുകളെ കാണുവിൻ, and believe me. എന്നിൽ വിശ്വസിക്കുവിൻ, Believe me. എന്നിൽ വിശ്വസിക്കുവിൻ. I have these wounds to heal you, my child. നിങ്ങൾക്ക് സൗഖ്യം പകരുവാനാണ് ഈ മുറിവുകൾ ഞാൻ I ഏറ്റുവാങ്ങിയത്. have wounds in my body to heal the wounds in your heart. നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളെ സൗഖ്യമാക്കുവാനാണ് എന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായത്. Wounds that you have gone through because of the suffering of the world. ലോകത്തിന്റെ കഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ കടന്നുപോയ മുറിവുകൾക്ക് സൗഖ്യം He പകരുവാൻ broke the bread and gave it to the disciples. യേശു അപ്പം നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകി. When they received the bread, അവർ യേശുവിൽ നിന്ന് അപ്പം സ്വീകരിച്ചപ്പോൾ their eyes were open to see the wounds of യേശുവിന്റെ Jesus. മുറിവുകളെ കാണത്തക്കവണ്ണം അവരുടെ കണ്ണുകൾ They said, തുറക്കപ്പെട്ടു. "This is Jesus." അവർ പറഞ്ഞു, ഇത് He യേശുവാകുന്നു. gave himself to be wounded on the cross. ക്രൂശിൽ മുറിവേൽക്കപ്പെടുന്നതിനെ യേശു തന്നെ താൻ ഏൽപ്പിച്ചു Through കൊടുത്തു. his wounds, യേശുവിന്റെ മുറിവുകൾ I മുഖാന്തരം am healed. ഞാൻ സൗഖ്യം Through പ്രാപിച്ചിരിക്കുന്നു. his stripes, യേശുവിന്റെ അടിപ്പിണരുകൾ through മുഖാന്തരം, his bruises, യേശുവിന്റെ ക്ഷതങ്ങൾ മുഖാന്തരം all the wounds caused by my sin is gone. എന്റെ പാപം നിമിത്തമുണ്ടായ മുറിവുകളെല്ലാം എന്നെ വിട്ട് പോയിരിക്കുന്നു. Through his wounds, he became a curse for തന്റെ me. മുറിവുകളിലൂടെ യേശു എനിക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു. Because of his wounds, all my curses will go. യേശുവിന്റെ മുറിവുകൾ നിമിത്തം എന്റെ സകല ശാപങ്ങളും എന്നെ വിട്ട് And പോകും. one of them said, "My Lord and അവരിൽ my ഒരാൾ God, പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവും now ആയുള്ളവേ, I will live. ഇപ്പോൾ ഞാൻ ജീവിക്കും, Now I will live. ഇപ്പോൾ ഞാൻ ജീവിക്കും. Now I will live. ഞാൻ ഭയപ്പെടുവാൻ I'm പോകുന്നില്ല, not going to be afraid. ഞാൻ ഭയപ്പെടുവാൻ I'm പോകുന്നില്ല, not going to be ഞാൻ afraid. ഭയപ്പെടുവാൻ I'm പോകുന്നില്ല, not going to be afraid. ഞാൻ ഭയപ്പെടുവാൻ There was a പോകുന്നില്ല. husband and wife who were flying in a plane. ഒരു ഭാര്യയും ഭർത്താവും ഒരു വിമാനത്തിൽ യാത്ര The ചെയ്യുകയായിരുന്നു. husband was the trainer and he was teaching his wife how to fly. ഭർത്താവ് ഒരു പരിശീലകനായിരുന്നു. എങ്ങനെയാണ് ട്രെയിൻ പറപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം തന്റെ ഭാര്യയെ പഠിപ്പിക്കുകയായിരുന്നു. A wife should never be trained by the husband. ഒരു ഭർത്താവിനെ ഒരിക്കലും ഭാര്യയെ പരിശീലിപ്പിക്കുവാൻ കഴിയില്ല. Because if he says turn right, she will turn left. Who are you to tell me? കാരണം നിങ്ങൾ ഇടത്തോട്ട് തിരിയുവാൻ പറഞ്ഞാൽ അവൾ ഉടനടി വലത്തോട്ട് തിരിയും. But that's not the case in my life. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. Now I forgot my sermon. ഞാൻ എൻ്റെ പ്രഭാഷണ വിഷയം When മറന്നുപോയി. I talk about my wife, I forget my life. ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഞാൻ മറന്നുപോയി. So she did the wrong thing and the plane crashed. ആകയാൽ ആ ഭാര്യ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും ആ വിമാനം തകരുകയും ചെയ്തു. Not my wife, but the woman in the story. എൻ്റെ ഭാര്യയല്ല, ആ കഥയിൽ ഞാൻ പറഞ്ഞ സ്ത്രീക്കാണ് അപ്രകാരം സംഭവിച്ചത്. So ആകയാൽ she was in the hospital.
അവൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. in a coma. അവൾ കോമയിലായിരുന്നു. But the husband died. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. He was buried before she could wake up. അവൾ ഉണരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ അവർ സംസ്കരിച്ചു. Her whole body was in plaster. അവളുടെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. And one day she opened her eyes. ഒരു ദിവസം അവൾ തന്റെ കണ്ണുകൾ The pastor തുറന്നു. was sitting by her side. സഭയിലെ പാസ്റ്റർ അവളുടെ അരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. Thank God for the pastors പാസ്റ്റർമാർക്കായി ദൈവത്തിന് who സ്തോത്രം. are fathers to us. അവർ നമുക്ക് പിതാക്കന്മാരാണ്. And when she woke up, അവൾ തന്റെ കണ്ണുകൾ തുറന്നപ്പോൾ he said, "Darling, പാസ്റ്റർ പറഞ്ഞു, പ്രിയപ്പെട്ട മകളെ, don't be afraid, I am with you." നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. But she said, എന്നാൽ അവൾ പറഞ്ഞു, "I am not afraid. ഞാൻ ഭയപ്പെടുന്നില്ല, I am not afraid. ഞാൻ ഭയപ്പെടുന്നില്ല. Why did you bury my husband without the shoes?" ഷൂസ് ഇട്ടുകൊടുക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ഭർത്താവിനെ സംസ്കരിച്ചത്? He said, "How did you know that he passed away?" പാസ്റ്റർ ചോദിച്ചു, അദ്ദേഹം മരിച്ചുപോയെന്ന് എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്? She said, "I saw him. അവൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, I saw him. ഞാൻ അദ്ദേഹത്തെ കണ്ടു. When the plane crashed, both of us fell. വിമാനം തകർന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും താഴെ I വീണു. was watching the scene in my ഞാൻ spirit. എന്റെ ആത്മാവിൽ ആ ദൃശ്യമെല്ലാം My കാണുകയായിരുന്നു. spirit also came out. എന്റെ ആത്മാവും പുറത്തു And വന്നു. I saw my husband's spirit coming out. എന്റെ ഭർത്താവിന്റെ ആത്മാവ് പുറത്തു വരുന്നത് ഞാൻ കണ്ടു. And he raised his hands to heaven. അദ്ദേഹം തന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. As a bright light came upon him. ഒരു ഉജ്ജ്വല പ്രകാശം അദ്ദേഹത്തിന്റെ മേൽ And a വന്നുദിച്ചപ്പോൾ brilliant person stood on the other side. മറുഭാഗത്ത് തേജസ്സുള്ള സൗന്ദര്യ സമ്പൂർണനായ ഒരു He വ്യക്തി raised his നിൽക്കുന്നുണ്ടായിരുന്നു. hands towards him. ആ വ്യക്തി തന്റെ കരം എന്റെ ഭർത്താവിന്റെ My നേരെ husband നീട്ടി. was pleading for the forgiveness of his sin. എന്റെ ഭർത്താവ് തന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുകയായിരുന്നു. And that person raised both the hands. ആ വ്യക്തി തന്റെ രണ്ട് കരങ്ങളും ഉയർത്തി. And the light from him sucked my husband to heaven. ആ വ്യക്തിയിൽ നിന്നുള്ള വെളിച്ചം എന്റെ ഭർത്താവിനെ സ്വർഗത്തിലേക്ക് She വലിച്ചെടുത്തു. said, "I saw Jesus. അവൾ പറഞ്ഞു, ഞാൻ യേശുവിനെ I കണ്ടു, saw Jesus. ഞാൻ യേശുവിനെ I കണ്ടു, saw Jesus. ഞാൻ യേശുവിനെ I am കണ്ടു, not afraid. ഞാൻ ഭയപ്പെടുന്നില്ല. My husband is gone. എന്റെ ഭർത്താവ് എന്നെ വിട്ടു പോയി. I saw the resurrected, എന്നാൽ glorified ഞാൻ Jesus. പുനരുദ്ധാനം ചെയ്ത തേജസ്കരിക്കപ്പെട്ട He യേശുവിനെ is കണ്ടു. alive. യേശു ജീവിക്കുന്നു. And my husband is alive with എന്റെ him. ഭർത്താവും യേശുവിനോടൊപ്പം I ജീവിക്കുന്നു. will go and see him. ഞാൻ പോയി അദ്ദേഹത്തെ I കാണും. will go and see him. ഞാൻ പോയി അദ്ദേഹത്തെ I കാണും. am not afraid. ഞാൻ ഭയപ്പെടുന്നില്ല. Today, my friend, ഇന്ന് സ്നേഹിതന്മാരെ, fear may have blinded your eyes. ഭയം നിങ്ങളുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കാം. Perfect love casts out fear. എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ അകറ്റുന്നു. Jesus Christ, out of love, has given his body to be wounded so that your wounds will be healed. നമ്മോടുള്ള സ്നേഹം നിമിത്തം തന്റെ ശരീരം മുറിവേൽക്കപ്പെടുന്നതിന് വേണ്ടി യേശു ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ മുറിവുകൾ And by സൗഖ്യമാകും. the healing that he sends into you today, you will live in the world. ഇന്ന് യേശു നിങ്ങളിലേക്ക് അയക്കുന്ന രോഗശാന്തിയാൽ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കും. Financially, you will live. സാമ്പത്തികമായി നിങ്ങൾ ജീവിക്കും. Physically, you'll be healed and you will live. ശാരീരികമായി നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. You will have children in your family and you will live. നിങ്ങൾക്ക് കുടുംബത്തിൽ മക്കൾ ഉണ്ടാകും, നിങ്ങൾ ജീവിക്കും. God will build your life and your home and you will live. ദൈവം നിങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കെട്ടിപ്പണിയും, നിങ്ങൾ ജീവിക്കും. His love. അതാണ് യേശുവിന്റെ സ്നേഹം. love. യേശുവിന്റെ സ്നേഹം. His love. യേശുവിന്റെ സ്നേഹം. He is alive. യേശു ജീവിക്കുന്നു. Shower his love and heal your wounds തന്റെ tonight. സ്നേഹം നിങ്ങളുടെ മേൽ പകരുവാൻ, നിങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ. Right now, I want to pray for your ഞാൻ healing. നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. If you're sick in your body, put your hand on the portion where you have the sickness. നിങ്ങൾ രോഗികളാണെങ്കിൽ രോഗമുള്ള സ്ഥലത്ത് നിങ്ങളുടെ കരം വെക്കുവിൻ, Or put your hand upon your chest. അല്ലെങ്കിൽ നെഞ്ചിൽ കൈവയ്ക്കുവിൻ. If you're full of fear, നിങ്ങൾ ഭയത്താൽ put your നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ hand upon your chest. നിങ്ങൾ കരം നെഞ്ചിൽ വെക്കുവിൻ. Say, thank you, Jesus, for being, യേശുവേ നന്ദിയെന്ന് പറയുവിൻ. thank you, Jesus, for being wounded for me. യേശുവേ എനിക്ക് വേണ്ടി അങ്ങ് മുറിവേൽക്കപ്പെട്ടതിന് നന്ദി. Everybody look at the wounds of എല്ലാവരും Jesus. യേശുവിന്റെ മുറിവുകളിലേക്ക് നോക്കുക. He was wounded for you to be healed. നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിന് He has മുറിവേൽക്കപ്പെട്ടു. wounds in his body which heal your wounds. യേശുവിന്റെ ശരീരത്തിലെ മുറിവുകൾ നിങ്ങളുടെ മുറിവുകൾക്ക് സൗഖ്യം He will പകരുന്നു. make everything beautiful for you from today. യേശു ഇന്നു മുതൽ നിങ്ങൾക്ക് സകലതും ഭംഗിയുള്ളതാക്കി തീർക്കും. Come on, open your mouth. വരൂ, വായ് തുറക്കുവിൻ, Open your heart. ഹൃദയം തുറക്കുവിൻ. And say, thank you, Jesus, for your love for യേശുവേ me. അങ്ങയുടെ സ്നേഹത്തിന് നന്ദിയെന്ന് പറയുവിൻ. Thank you for healing me, Lord. എനിക്ക് സൗഖ്യം നൽകുന്നതിന് നന്ദി. Thank you for healing my womb and giving me എന്റെ children. ഗർഭാശയത്തിന് സൗഖ്യം പകർന്ന് എനിക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നതിന് Thank നന്ദി. you for healing my life
life. ജീവിതത്തിനെ സൗഖ്യം പകരുന്നതിന് നന്ദി. Thank you for healing my ministry. ശുശ്രൂഷയ്ക്ക് സൗഖ്യം Thank പകരുന്നതിന്, you for healing my job, ജോലിക്ക് സൗഖ്യം my പകരുന്നതിന്, business, അതുപോലെ ബിസിനസ് everything that has been blocked, Lord. തടസ്സം നേരിട്ട സകലതിനും Thank you for releasing me, Lord. കർത്താവേ എന്നെ വിടുവിക്കുന്നതിന് നന്ദി. Just praise Him. ദൈവത്തെ സ്തുതിക്കുക, Just praise Him. ദൈവത്തെ സ്തുതിക്കുക. Now the Lord will lay His nail-pierced hands upon you and തന്റെ heal. ആണിപ്പാടുള്ള കരങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങൾക്ക് സൗഖ്യം He will നൽകും. heal everyone for whom you are praying. ആർക്കെല്ലാം വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്കെല്ലാം കർത്താവ് Right സൗഖ്യം now നൽകും. God's healing power is coming upon you. ഇപ്പോൾ ദൈവത്തിന്റെ സൗഖ്യദായക ശക്തി നിങ്ങളുടെ മേൽ വരുന്നു. Lord Jesus, കർത്താവായ യേശുവേ, by your stripes we are അങ്ങയുടെ healed. അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു Now വീഴുന്നു. heal everyone's spirit which is full of fear, Lord. ഭയത്താൽ നിറഞ്ഞ ആത്മാക്കൾക്ക് സൗഖ്യം Let നൽകണമേ. every fear be taken away by your power, Lord Jesus. അങ്ങയുടെ ശക്തിയാൽ സകല ഭയവും പിഴുതെറിയപ്പെടട്ടെ. Take it away, Lord. അതെല്ലാം എടുത്തു മാറ്റണം. Take it away, Lord. അതെല്ലാം എടുത്തു മാറ്റണം. I command the spirit of fear to leave everyone in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ദുരാത്മാവ് എല്ലാവരെയും വിട്ടു പോകുന്നതിന് വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. Holy Spirit, fill them now. പരിശുദ്ധാത്മാവേ അവരെ നിറയ്ക്കണമേ. Where the Spirit of the Lord is, there is liberty. കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. There is liberty. അവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. Now let thy children be liberated from fear. Let them have the power to triumph, Lord. ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ, അവർക്ക് വിജയം ലഭിക്കട്ടെ. The power of God is coming right now. ദൈവശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ വരുന്നു. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He is embracing you and kissing you. യേശു നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു, ഉമ്മ വയ്ക്കുന്നു. Chitra, ചിത്ര, God is opening your eyes, Chitra. ദൈവം നിന്റെ കണ്ണുകളെ തുറക്കുന്നു. You're being healed right now. നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. Philemon, ഫിലമോൻ, your digestive organs are being healed by the power of God. ദൈവശക്തിയാൽ നിന്റെ ദഹനേന്ദ്രിയങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. There are many suffering with migraine, suffering with headache. പലരും തലവേദനയും മൈഗ്രെയിനും നിമിത്തം കഷ്ടപ്പെടുന്നു. Some are hearing ringing voices, ringing noises. ചില കാതുകളിൽ മണിനാദം കേൾക്കുന്നു. God heals you right now. ദൈവം ഇപ്പോൾ നിങ്ങളെ God സൗഖ്യമാക്കുന്നു. heals you right now. ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. Lord Jesus, കർത്താവായ യേശുവേ, lay your nail-pierced hands upon your അങ്ങയുടെ people ആണിപ്പാടുള്ള കരങ്ങൾ അവരുടെ മേൽ വെക്കണം. and heal. അവർക്ക് സൗഖ്യം നൽകണമേ. Heal. അവർക്ക് സൗഖ്യം നൽകണമേ. Heal. സൗഖ്യം നൽകണമേ. Every boil, every tumor, every cancer dissolve right now in Jesus' ഇപ്പോൾ name. യേശുവിന്റെ നാമത്തിൽ സകല ട്യൂമറും സകല ക്യാൻസറും അലിഞ്ഞപ്രത്യക്ഷമാകട്ടെ. Every thyroid be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ തൈറോയിഡ് സൗഖ്യമാകട്ടെ. Every pain stop in Jesus' name. യേശുവിന്റെ നാമത്തിൽ സകല വേദനകളും നിന്നു പോകട്ടെ. From head to foot, whatever pain they are suffering from, Lord Jesus, I know you are touching them and healing them now. Thank you, Lord. യേശുവേ, ഇപ്പോൾ അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കുകയാണെന്ന് എനിക്കറിയാം. കർത്താവേ, അങ്ങേക്ക് നന്ദി. No more pain. ഇനി വേദനയില്ല. No more pain. ഇനി വേദനയില്ല. There is somebody here who is not able to ഭക്ഷണം eat. കഴിക്കുവാൻ സാധിക്കാത്ത ആരോ ഒരാൾ God ഇവിടെയുണ്ട്. heals you right now. കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. Every blood disease is being healed by the power of God. രക്തസംബന്ധമായ രോഗങ്ങൾ ദൈവശക്തിയാൽ Be സൗഖ്യമാകുന്നു. healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം Let the പ്രാപിക്കട്ടെ. blood flow become normal in Jesus' name. രക്തപ്രവാഹം യേശുവിന്റെ നാമത്തിൽ Let നോർമലാകട്ടെ. the counts become normal in Jesus' name. നമ്മുടെ യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. Thank you, Lord. കർത്താവേ, നന്ദി. Now I cast out every evil power which is tormenting them. ഇപ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്ന സകല ദുരാത്മാക്കളെയും ഞാൻ തുരത്തി ഓടിക്കുന്നു. Come out, you devils, in Jesus' name. പിശാചുക്കളെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. Just leave them now. ഇപ്പോൾ അവരെ വിട്ടു പോകാം. Leave their body. അവരുടെ ശരീരത്തെ വിട്ടു പോകാം. Leave their mind. മനസ്സിനെ വിട്ടു പോകാം. Leave their spirit. ആത്മാവിനെ വിട്ടു പോകാം. Leave their family. കുടുംബത്തെ വിട്ടു പോകാം. Come out, you evil spirit. ദുരാത്മാക്കളെ പുറത്തു വരിക. Lord, let them be gone in Jesus' യേശുവിന്റെ name. നാമത്തിൽ അവ വിട്ടുപോകട്ടെ. Nobody should return with the evil ഇനി ആരും spirit. ദുരാത്മാക്കളുമായി തിരിച്ചു വരരുത്. Let their family be അവരുടെ blessed. കുടുംബം അനുഗ്രഹീതമാകട്ടെ. Every witchcraft power I bind in സകല Jesus' ആഭിചാര name. ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ I ബന്ധിക്കുന്നു. cast it out of their life in Jesus' name. അവരുടെ ജീവിതത്തിൽ നിന്ന് തുരത്തി Let ഓടിക്കുന്നു. it come അവ out. പുറത്തു വരട്ടെ. Let it come അവ out. പുറത്തു വരട്ടെ. Just praise God, my friend. ദൈവത്തെ സ്തുതിക്കുവിൻ. The resurrected Jesus is coming into your heart, into your life right now. പുനരുദ്ധാനം ചെയ്ത യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും Say വരുന്നു. thank you, Lord, for the open doors in my life. യേശുവേ, തുറന്ന വാതിലിന് നന്ദിയെന്ന് പറയുവിൻ. Every court case, let it end in their
favor in Jesus' name. കോടതിയിലെ സകല കേസുകളിലും അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാകട്ടെ. Let the blessings flow. അനുഗ്രഹങ്ങൾ ഒഴുകി Let the വരട്ടെ. finances flow. സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. Finances flow. സാമ്പത്തിക അനുഗ്രഹങ്ങൾ. Monday morning everyone should have a job, a blessed job. തിങ്കളാഴ്ച രാവിലെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ജോലി ഉണ്ടാകട്ടെ. Those who do not have a house, let them have a house in Jesus' name. വീടില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ ഒരു വീട് ഉണ്ടാകട്ടെ. Lord, confirm it for everyone here miraculously, Lord. ഇവിടെയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് അത്ഭുതകരമായി അത് ഉറപ്പിക്കണമേ. Just clap your hands and praise the Lord. കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. The resurrected Lord is coming and removing fear from your life. പുനരുദ്ധാനം ചെയ്ത കർത്താവ് നിങ്ങളുടെ അരികിൽ വന്ന് ഭയത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു. Every wound is leaving right now. സകല മുറിവുകളും നിങ്ങളെ വിട്ട് പോകുന്നു. You are healed. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. You are healed. സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. You are healed. സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Everything in your life is healed by Jesus. ജീവിതത്തിലെ സകലതിനും യേശു സൗഖ്യം നൽകിയിരിക്കുന്നു. Just praise. ദൈവത്തെ സ്തുതിക്കുവിൻ. Just praise. ദൈവത്തെ സ്തുതിക്കുവിൻ. Just praise. ദൈവത്തെ സ്തുതിക്കുവിൻ. Thank you, Jesus. യേശുവേ നന്ദി. And finally, അവസാനമായി the disciple Peter and all the other disciples, പത്രോസും മറ്റ് ശിഷ്യന്മാരും when Jesus resurrected, യേശു പുനരുദ്ധാനം ചെയ്തപ്പോൾ as he was not with them physically, യേശു ശാരീരികമായി അവരോടൊപ്പം in ഇല്ലാതിരുന്നപ്പോൾ John 21:3 he said, യോഹന്നാൻ 21:3 അവൻ Peter പറഞ്ഞു. said, I'm going fishing. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. Everybody said, I'm also coming with you. എല്ലാവരും പറഞ്ഞു, ഞങ്ങളും വരുന്നു. We can't depend on Jesus anymore. നമുക്കിനി യേശുവിൽ ആശ്രയിക്കുവാൻ We കഴിയില്ല. are going fishing. അവർ മീൻ പിടിക്കുവാൻ പോയി. And the whole night they were fishing, there was no fish. അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും അവർക്ക് ലഭിച്ചില്ല. If we fish without Jesus in our boat, we shall never catch any fish. നമ്മുടെ പടകിൽ യേശുവില്ലാതെ നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു മീൻ പോലും If we ലഭിക്കുകയില്ല. work which is not according to God's will, there will be no blessing. ദൈവത്തിന്റെ ഹിതാനുസരണം നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയില്ല. But after the whole night of trying, when they could not catch fish, Jesus appeared in the രാത്രി morning. മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു മീൻ പോലും പിടിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ യേശു പ്രഭാതത്തിൽ And the പ്രത്യക്ഷപ്പെട്ടു. Bible says, വേദപുസ്തകം in പറയുന്നു, verse 4, they could not recognize Jesus. നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. When they were doing things which was not according to God's plan, their eyes were blinded. They could not experience the resurrected Jesus. കർത്താവിന്റെ പദ്ധതിക്കനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് പുനരുദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിയാനായില്ല. Sometimes your friends may tell you, do this, do that. Your family may say, this is the best way to go. ചിലപ്പോൾ സ്നേഹിതന്മാർ നിങ്ങളോട് പറയും, ഈ കാര്യം ചെയ്യൂ, ആ കാര്യം ചെയ്യൂ. കുടുംബത്തിലെ അംഗങ്ങൾ പറയും, ഇതാണ് നല്ല വഴി. But it may not be God's will. എന്നാൽ ഒരുപക്ഷെ അത് ദൈവത്തിന്റെ ഹിതമായിരിക്കില്ല. Peter and the disciples never waited for God to know his will. പത്രോസും ശിഷ്യന്മാരും ദൈവത്തിന്റെ ഹിതം അറിയുന്നതിനായി ഒരിക്കലും കാത്തിരുന്നില്ല. There was no fish. അവർക്ക് മീൻ കിട്ടിയില്ല. And they could not even recognize the glorified, resurrected Jesus was there with them. തേജസ്കരിക്കപ്പെട്ട പുനരുദ്ധാനം ചെയ്ത യേശു തങ്ങളോടൊപ്പമുണ്ടെന്ന് തിരിച്ചറിയുവാനും അവർക്ക് കഴിഞ്ഞില്ല. Jesus said, യേശു പറഞ്ഞു, you have put your nets on the left side, put it on the right side. നിങ്ങൾ പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ. Today he says, my children, now get to the right side. എന്ന് യേശു പറയുന്നു, എന്റെ മക്കളെ, നിങ്ങൾ വലത്തുഭാഗത്തേക്ക് വരുവിൻ. Get to the right side with Jesus. യേശുവിനോടൊപ്പം വലത്തുഭാഗത്തേക്ക് വരുവിൻ. And they put the net on the right side. അവർ വലത്തുഭാഗത്ത് വല വീശി. And they caught abundant fish. അവർക്ക് ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചു. 153 fish. 153 മത്സ്യങ്ങൾ. Yes, my friend. അതെ സ്നേഹിതന്മാരെ, When you get to the right side along with Jesus, you will go back tonight and you will catch multitudes of fish. നിങ്ങൾ യേശുവിനോടൊപ്പം വലത്തു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ധാരാളം മത്സ്യങ്ങളെ പിടികൂടും. Then Peter said, പിന്നീട് പത്രോസ് പറഞ്ഞു, that is Jesus. അത് യേശുവാകുന്നു. That is അത് Jesus. യേശുവാകുന്നു. The one who puts us on the right side and gives us plenty of fish. That is വലത്ത് Jesus. ഭാഗത്ത് വലവീശി നമുക്ക് ധാരാളം മത്സ്യങ്ങൾ നൽകുന്നവൻ യേശുവാകുന്നു. When they obeyed Jesus and did what he said, by putting the net on the right side, they had multitudes of അവർ fish. യേശു പറഞ്ഞത് അനുസരിച്ച് വലത്ത് ഭാഗത്ത് വല വീശിയപ്പോൾ അവർക്ക് ധാരാളം മത്സ്യങ്ങളെ ലഭിച്ചു. Of course, Jesus said, children, did you eat? യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തെങ്കിലും He ഭക്ഷിച്ചു? said, bring the fish. നിങ്ങൾ ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരും. Before they brought the fish which they caught,
Jesus had already cooked the fish and the bread for them. അവർ പിടിച്ച മീൻ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ യേശുക്രിസ്തു അവർക്ക് വേണ്ടി അപ്പവും മീനും തയ്യാറാക്കി വെച്ചിരുന്നു. Jesus has already produced the blessing through his suffering on the cross for you to live in this ഈ world. ലോകത്തിൽ ജീവിക്കുന്നതിന് യേശു ക്രൂശിലെ തന്റെ പീഡാനുഭവങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. Jesus has already produced the blessing for your ministry. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ യേശു ഉൽപ്പാദിപ്പിച്ച് He കഴിഞ്ഞിരിക്കുന്നു. says, come and eat. യേശു പറഞ്ഞു, വന്ന് ഭക്ഷിപ്പീൻ. I have produced the food for you. ഞാൻ ഭക്ഷണം You will ഉണ്ടാക്കിയിരിക്കുന്നു. have heavenly food. നിങ്ങൾക്ക് സ്വർഗീയ ഭക്ഷണം ലഭിക്കും. Jesus cooked food. യേശു ഭക്ഷണം പാകം ചെയ്തു. Then Jesus said, പിന്നീട് യേശു പറഞ്ഞു, Peter, പത്രോസേ, yes, I have provided food for you. അതെ, ഞാൻ നിനക്ക് ഭക്ഷണം നൽകി. Now tell me, do you love me? എന്നാൽ ഇപ്പോൾ പറയൂ, നീ എന്നെ Do you സ്നേഹിക്കുന്നു? love me? നീ എന്നെ Do സ്നേഹിക്കുന്നു? you love me? നീ എന്നെ സ്നേഹിക്കുന്നു? Feed my നീ lamb. എന്റെ ആടുകളെ മേയ്ക്കൂ. Feed my നീ lambs. എന്റെ ആടുകളെ മേയ്ക്കൂ. Then you will see me as the glorified അപ്പോൾ Jesus. തേജസ്കരിക്കപ്പെട്ട കർത്താവായി നീ എന്നെ When you കാണും. feed the lambs, I will give you provision after provision after provision. നീ എന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ നിനക്ക് ആവശ്യമായ സകലതും ഞാൻ നൽകും, അനുഗ്രഹങ്ങൾ Today, നൽകും. God is calling you to feed the lambs which Jesus wants to carry through you. ഇന്ന് യേശുക്രിസ്തു നിങ്ങളിലൂടെ വഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ, പോഷിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. If you are running in your own way for you to prosper, turn to Jesus today. സമൃദ്ധി പ്രാപിക്കുവാൻ സ്വന്തം വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ യേശുവിങ്കിലേക്ക് തിരിയുവിൻ. You may have lost everything in your life. നിങ്ങൾക്ക് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടിരിക്കാം. Turn to do the will of എന്നാൽ God. ദൈവഹിതം ചെയ്യുവാൻ ദൈവത്തിങ്കിലേക്ക് Turn to തിരിയുവിൻ. give to God. ദൈവത്തിന് നൽകുവാൻ Turn ദൈവത്തിങ്കിലേക്ക് to hear the തിരിയുവിൻ. voice of God and say, Lord, I am ready to carry your lambs, your kingdom, your mission. ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. പറയുവിൻ, കർത്താവേ, ഞാൻ അങ്ങയുടെ കുഞ്ഞാടുകളെയും രാജ്യത്തെയും വഹിക്കുവാൻ Then he തയ്യാറായിരിക്കുന്നു. will feed you. അപ്പോൾ കർത്താവ് നിങ്ങളെ And പോഷിപ്പിക്കും. he will give you grace to feed the lambs all. കർത്താവ് കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകും. And today he says, ഇന്ന് യേശു പറയുന്നു, I'm sending you my spirit, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് അയച്ചു my തരുന്നു. resurrection spirit. എന്റെ പുനരുദ്ധാനത്തിന്റെ ആത്മാവ്. John 20, 22 and 23. യോഹന്നാൻ 20:21-22 വാക്യങ്ങളിൽ Jesus breathed the Holy Spirit into യേശു them. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് He അവരോട് said, പറഞ്ഞു. whomever you forgive, they will be ആരുടെ forgiven. പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് Their sins will മോചിക്കപ്പെട്ടിരിക്കുന്നു. be removed. അവരുടെ പാപങ്ങൾ When you പിഴുതെറിയപ്പെടും. lay hands on them, they will be healed. നിങ്ങൾ അവരുടെ മേൽ കരം വെക്കുമ്പോൾ അവർ സൗഖ്യം When you പ്രാപിക്കും. cast out the devils in the people, the demons will go. നിങ്ങൾ ജനങ്ങളിലെ ദുരാത്മാക്കളെ ശാസിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോകും. Today, surrender your life to serve Jesus. ഇന്ന് യേശുവിനെ സേവിക്കുവാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവിൻ. Serve Jesus. യേശുവിനെ സേവിക്കുവിൻ. Don't look to Jesus only for food. ഭക്ഷണത്തിന് വേണ്ടി മാത്രം യേശുവിങ്കിലേക്ക് നോക്കരുത്. Look to Jesus to empower you to feed the lambs. ആടുകളെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ദൈവം ശാക്തീകരിക്കുന്നതിന് He യേശുവിങ്കിലേക്ക് will give നോക്കുവിൻ. you plenty for yourself, for your family, and for the lambs whom you carry. കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾ പരിപാലിക്കുന്ന ആടുകൾക്കും ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകും. Today, would you cry for the Holy Spirit? ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനായി നിലവിളിക്കുമോ? The Spirit of God who was in Jesus is ready to come into you. യേശുവിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരാൻ How തയ്യാറായിരിക്കുന്നു. many of you want the Spirit that was in Jesus to come into you? യേശുവിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരണമെന്ന് എത്ര പേർ Would ആഗ്രഹിക്കുന്നുണ്ട്? you raise your hands and show it to Jesus? നിങ്ങൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. Would you stand wherever you are? നിങ്ങൾ എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുക. This is the last prayer we are going to pray for you tonight. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ പോകുന്ന അവസാനത്തെ My wife, പ്രാർത്ഥനയാണ്. Sister Evangeline, is going to pray that the Spirit of God will come upon you right now. സഹോദരി ഇവാഞ്ചലിൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. Shall we all open our നമുക്ക് mouths എല്ലാവർക്കും വായി തുറക്കാം. and begin to praise God? ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങാം. The resurrected Lord is here. പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഇവിടെയുണ്ട്. As you're praising God now, നിങ്ങളിപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ you are being filled with the power of God. നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടുകയാണ്. Your cup is being filled by God Himself. ദൈവത്താൽ നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. You do not even have to ask God. നിങ്ങൾ ദൈവത്തോട് യാചിക്കേണ്ട ആവശ്യം പോലുമില്ല. He Himself is coming into you. ദൈവം തന്നെ നിങ്ങളിലേക്ക് വരുന്നു. You just thank God. നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. The Lord is increasing within you. കർത്താവ് നിങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചു പെരുകുന്നു.
The Lord is rising up within you. കർത്താവ് നിങ്ങൾക്കുള്ളിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. Come on, give glory to God. വരൂ, ദൈവത്തിന് മഹത്വം കരേറ്റുവിൻ. Praises to God. ദൈവത്തിന് സ്തുതികൾ കരേറ്റുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. You have said, Lord, I have given my body to you, Lord. കർത്താവേ, ഞാൻ എന്റെ ശരീരം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. Lord, Father, I have given my time to you, Lord. പിതാവേ, ഞാൻ എന്റെ സമയം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Father, many have sacrificially offered themselves to you, Lord. കർത്താവേ, ഇവരിൽ അനേകർ തങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. They themselves have so much need. കർത്താവേ, അവർക്ക് തന്നെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട്. But then they have loved you with all their hearts, Lord. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അവർ അങ്ങയെ സ്നേഹിച്ചിരിക്കുന്നു. Father, come and fill them, Lord. പിതാവേ, അങ്ങ് വന്ന് അവരെ നിറയ്ക്കണമേ. Fill them, Lord. അവരെ നിറയ്ക്കണമേ. The Lord is coming into you. കർത്താവ് നിങ്ങളിലേക്ക് വരുന്നു. Your cup is overflowing. നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. Your cup is running over. നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. Running over. നിറഞ്ഞു കവിയുന്നു. Running over. നിറഞ്ഞു കവിയുന്നു. Today is the day of Pentecost. ഇന്ന് പെന്തിക്കോസ്തി സുദിനമാണ്. The Lord's anointing is coming upon you. കർത്താവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരുന്നു. Come on, വരൂ, rejoice. സന്തോഷിപ്പിൻ. The Lord is pleased with your family life. കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രസാദിച്ചിരിക്കുന്നു. As a family, you have dedicated yourself to serve God. നിങ്ങൾ കുടുംബസമേതം ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. The Lord is blessing each member of the family. കർത്താവ് കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു. Shall we all praise God? നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. The Lord's anointing is coming upon each member of your family. കർത്താവിന്റെ അഭിഷേകം കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേലും വന്ന് ആവസിക്കുന്നു. You and your household shall serve the Lord. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളും ദൈവത്തെ സേവിക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You will be a blessing. നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. You will be a blessing. നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. Come on, clap your hands and ഒരു rejoice. കരഘോഷം മുഴക്കി നിങ്ങൾ സന്തോഷിക്കുവിൻ. Give glory to God. ദൈവത്തിന് മഹത്വം കരേറ്റുവിൻ. God's glorious presence is coming upon you. ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നു. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. My little child, thank God. എന്റെ കൊച്ചു കുഞ്ഞെ, നീ ദൈവത്തോട് നന്ദി പറയൂ. My young boy, my young girl, praise God. എന്റെ പ്രിയപ്പെട്ട യുവാവേ, യുവതി, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവിൻ. Come on, rejoice. വരൂ, സന്തോഷിപ്പിൻ. Rejoice. വരൂ, സന്തോഷിപ്പിൻ. God's mighty presence is all over this place. ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യം ഈ സ്ഥലത്തെല്ലായിടത്തുമുണ്ട്. Whoever is watching, the Lord is filling you. ആരെല്ലാം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുവോ, നിങ്ങളെയും ദൈവം നിറയ്ക്കുന്നു. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Tears are rolling out of your eyes. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നു. You have so much joy. നിങ്ങൾക്ക് അത്യധികമായ സന്തോഷമുണ്ട്. The joy of the Lord. യഹോവയിങ്കിലെ സന്തോഷം. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. നന്ദി പറയുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. Say thank you, Lord. കർത്താവേ നന്ദി എന്ന് പറയുവിൻ. Open up your mouth നിങ്ങൾ വായ് തുറക്കുവിൻ. and praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. This is the time of your blessing. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സമയമാണ്. The Lord is putting an end to your suffering. കർത്താവ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അന്ത്യം കുറിക്കുന്നു. And you will have joy. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. You will have joy. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. Joy in your family life. കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. Joy in your ministry. ശുശ്രൂഷയിൽ സന്തോഷമുണ്ടാകും. Joy wherever you go. നിങ്ങൾ എവിടേക്ക് പോകുകയാണെങ്കിലും അവിടെ സന്തോഷമുണ്ടാകും. Come on, clap your hands and praise God. ഒരു കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Let all the oppressive spirit leave in Jesus' name. നിങ്ങളെ പീഡിപ്പിക്കുന്ന സകല ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. Let the depressions leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിഷാദ രോഗം വിട്ടുപോകട്ടെ. Let the evil spirits that are coming into their lives and hurting them leave in Jesus' name. അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവരെ വേദനിപ്പിക്കുന്ന ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ Let വിട്ടുപോകട്ടെ. joy come into every
every family. എല്ലാ കുടുംബങ്ങളിലേക്കും സന്തോഷം ഇറങ്ങി വരട്ടെ. The joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. Come on, praise God. വരൂ ദൈവത്തെ സ്തുതിക്കുവിൻ. Lift up the name of Jesus യേശുവിന്റെ നാമം ഉയർത്തുവിൻ. and thank the resurrected Lord. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് സ്തോത്രം The കരേറ്റുവിൻ. Lord gave his life for you to live in this world. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവൻ വെടിഞ്ഞു. You will live. നിങ്ങൾ ജീവിക്കും. Come on, open your mouth wide and praise God. വരൂ നിങ്ങളുടെ വായ് വിസ്താരത്തിൽ തുറന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി You പറയുവിൻ. are praising God with the languages of God. ദൈവിക ഭാഷകളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Joy is coming today. സന്തോഷം ഇന്ന് ഇറങ്ങി വരുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. What a joy it is to have God in you. ദൈവം നിങ്ങളിൽ വസിക്കുന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ്. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. Don't be silent. നിങ്ങൾ ഒരിക്കലും മിണ്ടാതിരിക്കരുത്. This is the moment of your blessing. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സമയമാണ്. Clap your hands and rejoice. കരഘോഷം മുഴക്കി നിങ്ങൾ സന്തോഷിക്കുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി The പറയുവിൻ. angels of God is all over this place. ദൈവത്തിന്റെ ദൂതന്മാർ ഈ സ്ഥലത്തെമ്പാടുമുണ്ട്. Heaven is open. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. The Lord is pouring out his blessing upon you. കർത്താവ് തന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയുന്നു. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. You are having vision. നിങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നു. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Hallelujah. ഹല്ലേലൂയ. Get filled by the power of God. ദൈവശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുവിൻ. Be empowered by the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Keep on praising God. തുടർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിപ്പിൻ. Keep on praising God. തുടർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിപ്പിൻ. All the old things are leaving right now. പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളെ വിട്ട് പോകുന്നു. Everything is becoming new. സകലതും പുതുതായി തീരുന്നു. New things are entering into your life. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. Thank God. കർത്താവിനോട് നന്ദി പറയുവിൻ. Clap your hands and thank God. കരഘോഷം മുഴക്കി കർത്താവിനോട് നന്ദി പറയുവിൻ. All the things that the Lord had stored for you, everything is coming into your life. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സകലതും ഇന്ന് നിങ്ങളെ തേടി വരുന്നു. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. All the darknesses are leaving right now. സകല അന്ധകാരവും നിങ്ങളെ വിട്ട് പോകുന്നു. Witchcraft powers are leaving right now. ആഭിചാര ശക്തികൾ ഇപ്പോൾ നിങ്ങളെ വിട്ട് പോകുന്നു. All the chains are being broken by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ചങ്ങലകളും തകർന്നു പോകുന്നു. The Lord is setting you free right now. കർത്താവ് ഇപ്പോൾ നിങ്ങളെ വിടുവിക്കുന്നു. It is enough you have seen the devil. നിങ്ങൾ വേണ്ടത്ര പിശാച് നിമിത്തം കഷ്ടപ്പെട്ടിരിക്കുന്നു. You will see Jesus from now on. ഇനി മുതൽ നിങ്ങൾ യേശുവിനെ കാണും. You will see Jesus from now on. ഇനി മുതൽ നിങ്ങൾ യേശുവിനെ കാണും. Come on, lift up your voice വരൂ നിങ്ങളുടെ സ്വരം ഉയർത്തുവിൻ. and praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. What a mighty God you are. കർത്താവേ അങ്ങ് എത്ര ശക്തനായ ദൈവമാണ്. You are delivering your people, Lord, അങ്ങ് അങ്ങയുടെ ജനത്തെ വിടുവിക്കുന്നു. from the clutches of the evil spirit. ദുരാത്മാക്കളുടെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. All your past sins are leaving you. നിങ്ങളുടെ ഭൂതകാല പാപങ്ങളെല്ലാം നിങ്ങളെ വിട്ട് പോകുന്നു. God's cleansing power is coming upon you. ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തി നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you for going with your children, Lord. അങ്ങയുടെ മക്കളോടൊപ്പം അങ്ങ് പോകുന്നതിനാൽ നന്ദി. I know many of you
are having divided family lives. നിങ്ങളിൽ അനേകരുടെ കുടുംബജീവിതം വേർപിരിഞ്ഞ കുടുംബജീവിതമാണ്. The Lord is uniting your family. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ഒന്നാക്കുന്നു. The Lord's hand is coming upon you. കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. Lord's hand is coming upon you, every family. കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. If your husband, if your wife is beside you, hold on to their hand. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളുടെ അരികിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കരം മുറുകെ പിടിക്കുവിൻ. The Lord is mindful of blessing your family. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിൽ ജാഗ്രതയോടിരിക്കുന്നു. Hold on to the hands of your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരം മുറുകെ പിടിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. Father, bless each family, Lord. കർത്താവേ, ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. Father, unite them together, Lord. പിതാവേ, അവരെ എല്ലാവരെയും ഒരുമിപ്പിക്കണമേ. With the love of God. ദൈവസ്നേഹത്തോടെ ഒരുമിപ്പിക്കണമേ. With the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ Bind their families together, Lord. അവരുടെ കുടുംബങ്ങളെ ഒന്നായി ചേർത്ത് ബന്ധിക്കണമേ. Father, let them get back all the love they had lost, Lord. കർത്താവേ, നഷ്ടപ്പെട്ട സ്നേഹമെല്ലാം അവർക്ക് തിരികെ ലഭിക്കട്ടെ. Let the love of God flow into each member of the family. ദൈവസ്നേഹം കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലേക്കും ഒഴുകി ചെല്ലട്ടെ. Thank you for blessing each wife and husband and children. കർത്താവേ, ഓരോ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി. Let them begin to love each other from now on. അവർ ഇന്നു മുതൽ പരസ്പരം സ്നേഹിക്കുവാൻ തുടങ്ങട്ടെ. Bind them together, Lord. അവരെ ഒരുമിപ്പിക്കണമേ, പരസ്പരം No ബന്ധിപ്പിക്കണമേ. more division. ഇനി കുടുംബത്തിൽ വിഭാഗീയതകൾ ഉണ്ടാകരുത്. Wherever they had gone, അവർ എവിടേക്കാണോ പോയിരിക്കുന്നത് let them come into their lives. അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. Let their family life be resurrected by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരുടെ കുടുംബജീവിതം പുനരുദ്ധരിക്കപ്പെടട്ടെ. Bring them, Lord. അവരെ കൂട്ടിക്കൊണ്ടുവരേണമേ. Bring them, Lord. അവരെ കൂട്ടിക്കൊണ്ടുവരേണമേ. And bless each family. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. Shall we all clap our hands and give glory to God? നമുക്ക് എല്ലാവർക്കും കരഘോഷം മുഴക്കി ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. You are such a good God. അങ്ങ് അത്രയും നല്ലവനായ ദൈവമാണ്. You are such a loving God. അങ്ങ് സ്നേഹനിധിയായ ദൈവമാണ്. Thank you for restoring everything in their life. അവരുടെ ജീവിതത്തിൽ അങ്ങ് സകലതും മടക്കി നൽകിയതിന് നന്ദി. Bless them financially and prosper them, Lord. സാമ്പത്തികമായി അവരെ അനുഗ്രഹിക്കണമേ, അത്യധികമായി സമൃദ്ധീകരിക്കണമേ. Thank you, Lord. കർത്താവേ നന്ദി. Continue to bless us, O God. തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Continue to be with us to look upon the beauty of the Lord. കർത്താവിന്റെ സൗന്ദര്യത്തിലേക്ക് കണ്ണുകൾ ഉയർത്തത്തക്കവണ്ണം തുടർന്നും ഞങ്ങളോടൊപ്പം Thank ആയിരിക്കണമേ. you, Lord. കർത്താവേ നന്ദി. Thank you for beautifying every life. സകല ജീവിതങ്ങളെയും സൗന്ദര്യവൽക്കരിക്കുന്നതിന് നന്ദി. Thank you, Jesus. യേശുവേ നന്ദി.